പോയിന്റ്സ് ടേബിളിലെ 3-4 സ്ഥാനക്കാർ ഇന്ന് നിർണായക മത്സരത്തിനിറങ്ങുകയാണ്. മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും. ടേബിളിൽ മുൻപിൽ മുംബൈ. 11 മാച്ചുകളിൽ 14 പോയിന്റ് ഹാർദിക്കിനും സംഘത്തിനുമുണ്ട്. ജിടിക്കും 14 പോയിന്റാണ്. നെറ്റ് റൺ റേറ്റിൽ മുംബൈ ബഹുദൂരം മുന്നിൽ. എന്നാൽ ഒരു മത്സരം കുറച്ചാണ് ജിടി കളിച്ചത്. അതാണ് അവരുടെ അഡ്വാൻറ്റേജ്. ജയിക്കുന്ന ടീം ഇന്ന് ഒന്നാമതെത്തും. അതുകൊണ്ട് തന്നെ ആവേശകരമായ മത്സരമാണ് വാങ്കഡയിൽ കാത്തിരിക്കുക. കഴിഞ്ഞ 6 മാച്ചുകളിൽ പരാജയം അറിയാതെയാണ് മുംബൈയുടെ വരവ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഓരോ മത്സരം കഴിയും തോറും പടിപടിയായി മുന്നേറുന്നു. സ്വന്തം തട്ടകത്തിലാണ് ഈ മത്സരം. ഈ സീസണിൽ ഇവിടെ കളിച്ച 5-ൽ 4-ലും ടീം ജയിച്ചു. കീ പ്ലെയേഴ്സൊക്കെ ഫോമായി കഴിഞ്ഞു. അത് തന്നെയാണ് ഈ ഡോമിനേഷന്റെ രഹസ്യവും. ഇഞ്ചുറി കാരണം മാറുന്ന മിച്ച് ടന്നർ ഇന്ന് സെലക്ഷന് റെഡിയാണ്. എന്നാൽ ടീം എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത്രയും ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. വളരെ മികച്ച സീസണിലൂടെയാണ് ജിടിയുടെ മുന്നേറ്റം. ഒരു ടീം എന്ന നിലയിൽ ഗില്ലിനു കീഴിൽ അവർ ടോപ്പ് ഗെയിം തന്നെയാണ് പുറത്തെടുക്കുന്നത്. 10 മാച്ചുകളിൽ 7 ജയം. ഇത്തവണത്തെ ഏറ്റവും കൺസിസ്റ്റന്റായ ടീമും ഇവർ തന്നെ. ജോസ് ബട്ട്ലറുടെ വരവാണ് ഈ കുതിപ്പിന് പിന്നിലെ ഒരു പ്രധാന ഫാക്ടർ. ആദ്യ ലെഗിൽ മുംബൈയെ 36 റൺസിന് ജിടി തകർത്തിരുന്നു. ഒരു കംപ്ലീറ്റ് ടീം എഫേർട്ടാണ് അന്ന് ജിടി നടത്തിയത്. ആ കണക്ക് കൂടി ഇന്ന് മുംബൈക്ക് തീർക്കാനുണ്ട്. 2 ടീമുകളിലെയും ടോപ്പ് ഓർഡർ തമ്മിലായിരിക്കും മത്സരം. ഹൈ സ്കോറിംഗ് ഗെയിം തന്നെയാകും വാങ്കഡയിൽ കാണാൻ പറ്റുക. ടോസിനും കാര്യമായ സ്വാധീനമുണ്ടാകും. ചേസിൽ മുംബൈ കുറച്ചുകൂടി ഡേഞ്ചറസ് ആണ്. സ്വന്തം ഗ്രൗണ്ടിൽ സ്ലൈറ്റ് എഡ്ജും അവർക്കു തന്നെയാണ്. ജിടി ടോപ്പ് 3യെ കൊടുക്കാൻ ബുംറ തന്നെയായിരിക്കും ഹാർദിക്കിന്റെ ട്രംപ് കാർഡ്. പവർ പ്ലേയിൽ 1-ലധികം ഓവറുകൾ ചിലപ്പോൾ കണ്ടേക്കാം. മുംബൈ ബാറ്റിംഗിനെതിരെ റബാഡയെയാണ് ജിടി മുന്നിൽ നിർത്തുക. രോഹിത്, സ്കൈ, ജാക്സ്, ഹാർദിക് എന്നിവരൊക്കെ റബാഡയ്ക്ക് മുന്നിൽ പലതവണ അടിതെറ്റിയവരാണ്. ജയിക്കുന്ന ടീം ടേബിൾ ടോപ്പേഴ്സ്. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.